കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ ക്ഷണിക്കാതെ വേദിയിലിരുന്ന CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. വിഴിഞ്ഞം കമ്മീഷനിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച അതേ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നത്. ഈ ചടങ്ങിലാണ് രാഗേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത്. രാഗേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് DTPCയുടെ വിശദീകരണം വന്നിരിക്കുന്നതും. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ആദ്യം DTPCയുടെ വാക്കുകൾ എന്തൊക്കെയാണ്? എന്താണ് അവർ പറയുന്നത്? അനു, ഇന്നലെ ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടിയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസത്തിന്റെ ഭാഗമായി നവീകരിച്ച ബീച്ച് വേയുടെ ഒക്കെ ഉദ്ഘാടനം നടന്നത്. ഇതിന്റെ ഉദ്ഘാടകനായി എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ആണ്. ഈ ചടങ്ങിലേക്കാണ് ക്ഷണിക്കാത്ത അതിഥിയായി CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് എത്തിയത്. മുഖ്യമന്ത്രി എത്തിയ സമയം മുതൽ ഈ നവീകരിച്ച സ്ഥലം ഉദ്ഘാടനം ചെയ്ത് അത് കാണാൻ വന്ന ഘട്ടം മുതൽ ഉദ്ഘാടന വേദി വരെ ഈ കെ രാഗേഷ് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഉദ്ഘാടന സമയത്തൊക്കെ തന്നെ പൂർണ്ണ സമയം മുഖ്യമന്ത്രി പോകുന്നത് വരെ ഈ കെ രാഗേഷ് മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം ഈ ചടങ്ങിലേക്ക് കെ രാഗേഷിന് യാതൊരു വിധത്തിലുള്ള ക്ഷണവും ഉണ്ടായിരുന്നില്ല. സാധാരണ ആളുകൾക്ക് എങ്ങനെയാണോ നോട്ടീസ് നൽകുന്നത് അത്തരത്തിലൊരു നോട്ടീസ് മാത്രമാണ് കെ രാഗേഷിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഉദ്ഘാടനത്തിന്റെ നോട്ടീസിലോ മറ്റോ കെ രാഗേഷിന്റെ പേരോ ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി കെ രാഗേഷിന് ക്ഷണവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചടങ്ങിലേക്കാണ് അധികാരത്തോടുകൂടി കെ രാഗേഷ് കടന്നെത്തുകയും മുഖ്യമന്ത്രിയുടെ പഴയ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണോ അതോ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണോ എന്നറിയില്ല, കെ രാഗേഷ് പൂർണ്ണ സമയം വേദിയിലുണ്ടായിരുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് DTPCയുടെ ഒരു വിശദീകരണം തേടിയിരുന്നു. DTPC അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഔദ്യോഗികമായി ഒരു ക്ഷണവും കെ രാഗേഷിന് നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ നോട്ടീസിലോ മറ്റോ കെ രാഗേഷിന്റെ പേരും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കെ രാഗേഷ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം കമ്മീഷനിങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു ക്ഷണമുണ്ടായ വ്യക്തിയെ പരസ്യമായി അപമാനിച്ച മുഹമ്മദ് റിയാസ് തന്നെയാണ് ഈ ചടങ്ങിലെ അധ്യക്ഷനായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം സ്വന്തം പാർട്ടിയുടെ പരിപാടി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം സർക്കാരിന്റെ പരിപാടി ആയിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളും ബാധകമല്ല എന്നാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള വിമർശനം, കാര്യമറിയാതെയുള്ള വിമർശനം നടത്തുകയും മറ്റൊരു സ്ഥലത്ത് സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി യാതൊരു വിധത്തിലുള്ള ക്ഷണവും ഇല്ലാതെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇത് ഏത് രീതിയിലാണ് ന്യായീകരിക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നതെങ്കിലും ഈ സംഭവം ഈ ചെറിയ സമയത്തുകൊണ്ട് തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു. അനു, തീർച്ചയായും മിഥുൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തൊട്ടരികിൽ തന്നെ ഒന്നാം നിരയിൽ വേദിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കെ രാഗേഷ്. ഇനി അറിയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണോ അതോ CPMന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലാണോ ഇദ്ദേഹം ഈ പരിപാടിക്ക് എത്തി എന്നതാണ്. ഔദ്യോഗിക പരിപാടിയാണ്, ടൂറിസം പരിപാടിയാണ്. ഇതിൽ ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് എന്താണ് കാര്യം എന്നുള്ള വലിയ ചോദ്യം, അതിന് എന്തായാലും ഉത്തരം നൽകിയേ മതിയാവൂ. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ BJP സൗത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ ബിജു ഇളക്കുഴി ചേരുകയാണ്. ശ്രീ ബിജു, വിഷയം ഇതാണ്, ഔദ്യോഗിക പരിപാടിയിൽ കെ രാഗേഷ് പങ്കെടുത്തു എന്നത് മാത്രമല്ല, കാരണം 2 ദിവസം മുമ്പ് ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തി അനാവശ്യ വിവാദമുണ്ടാക്കിയ മന്ത്രി മുഹമ്മദ് റിയാസ് തൊട്ടരികെ നിർത്തി രാഗേഷിനെ ഒപ്പം കൂട്ടുകയായിരുന്നു, വേദിയിൽ ഒന്നാം നിരയിൽ സ്ഥാനം നൽകുകയുമായിരുന്നു. അധ്യക്ഷൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ക്ഷണിച്ചിട്ടാണ് പങ്കെടുത്തത്. ആ പരിപാടിയെ വിമർശിച്ച ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് മുഖ്യമന്ത്രി പങ്കെടുത്ത ധർമ്മടം പഞ്ചായത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെയും ധർമ്മടത്തെയും ബന്ധിപ്പിക്കുന്ന ടൂറിസം പദ്ധതിയിൽ ഉദ്ഘാടനത്തിലെ ചടങ്ങിൽ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പങ്കെടുത്തു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്
കെ രാഗേഷ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് CPM നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. CPM അവരുടെ കേന്ദ്രങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങളിൽ ഈ തരത്തിൽ ധിക്കാരപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ക്രമവിരുദ്ധമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴും യാതൊരു പ്രശ്നവും അവർക്കില്ല. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് CPM ജില്ലാ സെക്രട്ടറി പങ്കെടുത്തത്. അവിടെ DTPC തയ്യാറാക്കിയ നോട്ടീസിൽ കെ രാഗേഷിന്റെ പേരില്ല, പകരം CPMന്റെ പ്രാദേശിക നേതാവിന്റെ പേരാണുള്ളത്. CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ വേദിയിൽ മുൻനിരയിൽ ഇരുന്നു കൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് CPM നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. ഇതിനു മുമ്പിൽ കണ്ണൂർ ജില്ലയിൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ CPM നേതാക്കന്മാരുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കലക്ടറേറ്റില് ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ EP ദിവ്യ എന്ന് പറയുന്ന CPM നേതാവ് പങ്കെടുക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതിനു ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി. അതും ഈ കണ്ണൂർ ജില്ലയിലാണ്. CPM നേതൃത്വത്തിന് എന്തുമാകാം എന്നുള്ളതാണ് ഇതിൽ തെളിവായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. തീർച്ചയായും. അത് മാത്രമല്ലല്ലോ, ഇത്രയധികം വിവാദങ്ങൾ വന്നിട്ടും വാ തുറക്കാത്ത മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസും ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ തന്നെ അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന രണ്ടുപേരാണ്. ഈ വിഷയത്തിലൊന്നും പ്രതികരണം നടത്താതെ അനാവശ്യ വിവാദം ഉണ്ടാക്കി എന്നത് ഒരു വശത്തപ്പോൾ എന്തിനായിരുന്നു അന്നത്തെ വിവാദ പ്രസ്താവന എന്നുള്ള ചോദ്യം കൂടി വരുന്നില്ലേ? ഇതിന് ആ സംഭവം നടക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം സർക്കാർ ചടങ്ങിൽ മുഖ്യമന്ത്രി കുടുംബസമേതം പങ്കെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. സർക്കാർ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM നേതാക്കന്മാർക്കും എന്തുമാകാം. അവർക്ക് ഈ നാട്ടിലെ പ്രോട്ടോകോൾ പ്രശ്നമല്ല. അവർക്ക് ഏത് ചടങ്ങുകളും പങ്കെടുക്കാം. പക്ഷെ മറ്റ് രാഷ്ട്രീയക്കാര് ഈ തരത്തിൽ പങ്കെടുക്കുമ്പോൾ ആണ് അവർക്ക് അസഹിഷ്ണുതയുടെ തെളിവാണ് ഇതൊക്കെ. CPM ഇപ്പോഴും 60-ൽ ജീവിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ആ തരത്തിൽ പ്രവർത്തിക്കാനും അവർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ബിജു ഇളക്കുഴി പ്രതികരിച്ചതിന്. മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ മൗനം പാലിച്ചിരുന്ന മുഖ്യമന്ത്രി ഒപ്പം ടൂറിസം മന്ത്രി നമ്മൾ വിഴിഞ്ഞ കമ്മീഷനിങ് ദിവസത്തെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടതാണ്. ഇനി വേദിയിൽ ഇടം കിട്ടാത്തതിന്റെ പരിഭവമായിരുന്നു ടൂറിസം മന്ത്രിക്ക് എന്നുള്ള ചോദ്യം കൂടി പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും അനു, അത്തരത്തിൽ തന്നെയാണ് വായിച്ചെടുക്കുന്നത്. കാരണം ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഴിഞ്ഞം കമ്മീഷനിങ് പരിപാടിയിൽ പങ്കെടുത്തത്. എന്നാൽ അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുഹമ്മദ് റിയാസ് എന്നാൽ ഒരു പക്വതയോടുകൂടി അല്ല അക്കാര്യത്തെ സമീപിച്ചത് എന്നൊരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നാണ്. തീർത്തും BJP സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ളൊരു പ്രസ്താവനയുമായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഈ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നടത്തിയ അതേ മന്ത്രിയുടെ നേതൃത്വത്തിലൊരു പരിപാടിയിൽ, അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന ഒരു പരിപാടിയിൽ സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ക്ഷണിക്കാതെ ഈ പരിപാടിയിലേക്ക് കടന്നു വരികയും അവിടെ സജീവ സാന്നിധ്യമായി നിലയുറപ്പിക്കുകയും ആ ഉദ്ഘാടന പരിപാടിക്ക് ശേഷമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി അവിടെ നിന്ന് മടങ്ങിയെന്ന് പറയുമ്പോൾ പോലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ക്ഷണിക്കാത്ത ഒരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് ഇത്രയും സജീവമായി ഒരാൾക്ക് പങ്കെടുക്കാനാവുക? നേരത്തെ ഔദ്യോഗികമായി ക്ഷണിച്ച നേതാവ് വന്ന പരിപാടിയെ അധിക്ഷേപിക്കുകയും എന്നാൽ സ്വന്തം പാർട്ടിയുടെ നേതാവാകുമ്പോൾ അതിന് ക്ഷണമൊന്നും ആവശ്യമില്ല, സ്വന്തം പാർട്ടിയുടെ നേതാവാകുമ്പോൾ അത്തരത്തിലുള്ള നടപടികളൊന്നും ആവശ്യമില്ല, പ്രോട്ടോക്കോളൊന്നും ബാധകമല്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം ഈ നേരത്തെ BJPയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഇളക്കുഴി പറഞ്ഞതുപോലെ ADMന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് വിളിക്കാത്ത അതിഥിയായിട്ടാണ് PP ദിവ്യ കടന്നു വരികയും ADMനെ പരസ്യമായി അപമാനിക്കുകയും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിലേക്കും ഒക്കെ തന്നെ എത്തിപ്പെടുന്നത്. CPMന്റെ നേതാവായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ആകാമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഈ സർക്കാർ വേദിയിൽ എന്താണ് പാർട്ടി നേതാവിന് കാര്യം എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാനും.
മിഥുൻ, എന്താണ് ക്രൈറ്റീരിയ? മിഥുൻ ഇപ്പോൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്, ശരി. അതാണോ യോഗ്യത? എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സർക്കാർ യോഗങ്ങൾ നടക്കാറുണ്ട്. അപ്പോഴൊന്നും ജില്ലാ അധ്യക്ഷന്മാർക്ക് ഇത്രയധികം പവർ നൽകിയതായി കണ്ടിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള ലേബലാണോ മിഥുൻ? കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിയുടെ ഏകപക്ഷീയ നിലപാടിനെതിരെ എത്തരത്തിൽ വിമർശനം ഉയരുന്നു എന്ന് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ വിശ്വസ്തരെ കൂടെ കൂട്ടി വേദിയിലൊപ്പം ഇരുത്തി അടുത്ത തലമുറയെ തൻ്റെ വിശ്വസ്തരിൽ മാത്രം ഏൽപ്പിക്കാനുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നീക്കവും കൂടിയാണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം ഇന്നലത്തെ ഈ ഒരു പരിപാടിയിൽ CPM-ന്റെ നേതാവെന്ന നിലയിൽ ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നത് മുഴപ്പിലങ്ങാട്ടെ ഒരു CPM-ന്റെ പ്രാദേശിക നേതാവിനും മാത്രമാണ്. ആ ഒരു ചടങ്ങിലേക്കാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വിളിക്കാത്ത അതിഥിയായി കടന്നെത്തുന്നത്. അത് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഘട്ടം മുതൽ അദ്ദേഹം അവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മടങ്ങി പോകുന്നത് വരെ മുഖ്യമന്ത്രിയുടെ കൂടെ KK രാഗേഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്നാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് എത്തുന്നത്. അതായത് ഒരു പൂർണ്ണമായും പിണറായിയുടെ കൈപ്പിടിയിലേക്ക് ജില്ലാ നേതൃത്വം എത്തിയൊരു ഘട്ടം കൂടിയാണ് ഇതെന്ന് നോക്കിക്കാണ്ടേയിരിക്കുന്നു. അതിലും ഈ സ്വന്തം ഇഷ്ടക്കാരാണെങ്കിൽ ഏത് ഉദ്ഘാടന പരിപാടികളിലും ഏത് ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ളൊരു സംരക്ഷണം പാർട്ടി നേതാക്കന്മാർക്കുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. BJP ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഔദ്യോഗിക ക്ഷണമുണ്ടായ ഒരു നേതാവിനെ അപമാനിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷണവുമില്ലാത്ത CPM-ന്റെ നേതാവ് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. സംഭവത്തിൽ BJP ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനു, മാത്രമല്ല മിഥുൻ, മുൻ കേന്ദ്രമന്ത്രിക്കില്ലാത്ത പവറോ? ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് മാത്രം അധികാരം നിലനിൽക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് എന്ന ചോദ്യം അത് സാധാരണയായി ഉയരേണ്ടതാണ്, സ്വാഭാവികമായി ഉയരേണ്ടതുമാണ്. അത് തന്നെയാണ് ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതും. പിന്നെ എന്തിനായിരുന്നു 2-3 ദിവസം മുമ്പുള്ള ടൂറിസം മന്ത്രിയുടെ ആ പരിഭവവും ആ അനാവശ്യ പ്രസ്താവനയും? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു മുൻ കേന്ദ്രമന്ത്രിക്കില്ലാത്ത എന്ത് അധികാരമാണ് അല്ലെങ്കിൽ എന്ത് അവകാശമാണ് ഒരു സംസ്ഥാന പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ നേതാവിനുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണുള്ളത്. കാരണം ഈ സർക്കാർ പരിപാടിയിൽ പൂർണ്ണമായും വേദിയിൽ ക്ഷണിക്കാതെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് പൂർണ്ണ സമയവും മുഖ്യമന്ത്രിയോടൊപ്പം അതേ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് കടന്നെത്തി ഉദ്ഘാടന പരിപാടി മുഴുവൻ കഴിഞ്ഞ ശേഷം CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഇത് DTPC ഈ പരിപാടി സംഘടിപ്പിച്ച DTPC KK രാഗേഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ട് കൂടിയില്ല. കാരണം സാധാരണ ആളുകൾക്കൊക്കെ നൽകുന്ന രീതിയിലുള്ള നോട്ടീസ് എല്ലാ പത്ര ഓഫീസുകളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലും ഒക്കെ നൽകുന്നത് പോലെ നോട്ടീസ് മാത്രമാണ് ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും നൽകിയത്. ഔദ്യോഗിക ക്ഷണം ഉണ്ടായിരിക്കുന്നതാകട്ടെ CPM-ന്റെ ഒരു പ്രാദേശിക നേതാവിന് മാത്രം. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ എന്തധികാരത്തിലാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്നത് എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ സൗത്ത് ജില്ലാ അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം വ്യക്തവുമാണ്. അനു, ശരി. മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിൽ KK രാഗേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തു. സംഭവം കണ്ണൂരിലാണ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിലാണ് ഇത്തരത്തിൽ ക്ഷണിക്കാതെ വേദിയിൽ 1-ാം നിരയിൽ, അതും ടൂറിസം മന്ത്രിയുടെ തൊട്ടരികിൽ ഇരുന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പങ്കെടുത്തത്. ഈ വിഷയം വിവാദമായിട്ടുണ്ട്. വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ വിമർശിച്ച് അനാവശ്യമായ വിമർശനങ്ങളിലേക്കും പ്രസ്താവനകളിലേക്കും വലിച്ചൊഴിച്ച ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും രാഗേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് DTPC-യുടെ ഔദ്യോഗിക വിശദീകരണവും വന്നിരിക്കുന്നു.